നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ, സിറ്റി വെയർ, സിറ്റി ഷൂസ് അങ്കമാലി, പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഓട്ടോറിക്ഷകൾക്ക് സംസ്ഥാന പെർമിറ്റ് നിലപാടിൽ അയവ് വരുത്തി CITU. നിബന്ധനകളോടെ പെർമിറ്റ് നൽകാം. ഓട്ടോറിക്ഷകൾക്ക് സംസ്ഥാന പെർമിറ്റ് നൽകാനുള്ള ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ തീരുമാനത്തിൽ നിലപാടിൽ അയവ് വരുത്തി CITU. ഓട്ടോറിക്ഷകൾക്ക് സംസ്ഥാന പെർമിറ്റ് നൽകരുതെന്ന മുൻ നിലപാട് മാറ്റി നിബന്ധനകൾക്ക് വിധേയമായി പെർമിറ്റ് അനുവദിക്കാമെന്ന് CITU വ്യക്തമാക്കി. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറുമായി നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമായത്. സിനിമാ നയരൂപീകരണ സമിതിയിൽ മുകേഷും ആരോപണമുയർന്നിട്ടും മാറ്റാതെ സർക്കാർ. പ്രതിഷേധം. ഗുരുതരമായ ലൈംഗിക പീഡന പരാതികൾ ഉയർന്നിട്ടും സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്നും മുകേഷ് MLA മാറ്റാതെ സർക്കാർ. വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ മുകേഷിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കും. ആദ്യം മുതൽ തന്നെ മുകേഷ് കമ്മിറ്റിയിൽ അംഗമായിരുന്നു. 2-ലധികം ആരോപണങ്ങൾ ഉയർന്നുവന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ സമിതിയിൽ നിന്നും മാറ്റണമെന്ന് ആവശ്യം ശക്തമാകുന്നത്. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ 50% വരെ വിലക്കിഴിവ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്കിഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ, ടീഷർട്ടുകൾ, കാർഗോസ്, ഷൂസ്, ചപ്പൽസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു. വിദേശയാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തെർമൽ വിയർ, ജാക്കറ്റ്സും ലഭ്യമാണിവിടെ. സിറ്റി ടവർ ഓപ്പോസിറ്റ് to KSRTC ബസ് സ്റ്റാൻഡ് അങ്കമാലി. Our sister concern City Wear and City Shoes Angamali. Number 048424555555. പരുന്തുംപാറയിൽ ഭൂമി കയ്യേറിയ സംഭവം. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാതെ റവന്യൂ വകുപ്പ്. ഇടുക്കി പരുന്തുംപാറയിൽ 110 ഏക്കർ കയ്യേറ്റം കണ്ടെത്തിയ സംഭവത്തിൽ തുടർ നടപടിയെടുക്കാതെ റവന്യൂ വകുപ്പ്. 41.5 ഏക്കർ ഭൂമി തിരിച്ചുപിടിച്ചു എന്ന് പറയുമ്പോഴും കയ്യേറ്റക്കാരുടെ പട്ടിക ഇതുവരെ പോലീസിന് കൈമാറിയിട്ടില്ല. രാഷ്ട്രീയ ഇടപെടലാണ് നടപടികൾ വൈകാൻ കാരണമെന്നും ആരോപണം. താടി വളർന്ന പല്ലുകൊഴിഞ്ഞ പഴയ നടന്മാർ യുവാക്കൾക്ക് അവസരം നഷ്ടപ്പെടുത്തുന്നു. രജനീകാന്തിന്റെ മറുപടിയുമായി DMK നേതാവ്. ഭരണകക്ഷിയായ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ മുതിർന്ന നേതാക്കളെക്കുറിച്ച് പരാമർശം നടത്തിയ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന് മറുപടിയുമായി തമിഴ്നാട് മന്ത്രി ദുരൈമുരുകൻ. പല്ലുകൊഴിഞ്ഞ ശേഷവും അഭിനയം തുടരുന്ന പഴയ താരങ്ങൾ കാരണം യുവനടന്മാർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുകയാണെന്ന് രജനീകാന്തിനെതിരെ രൂക്ഷമായ വിമർശനവുമായി മന്ത്രി രംഗത്തെത്തി. ഫുട്പാത്തിൽ ഉറങ്ങിക്കിടന്നവർക്ക് നേരെ ട്രക്ക് ഇടിച്ചു കയറി 3 മരണം. ഫുട്പാത്തിൽ ഉറങ്ങിക്കിടന്നവർക്ക് മുകളിലൂടെ ട്രക്ക് ഇടിച്ചു കയറി. തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. ഡൽഹിയിലെ ശാസ്ത്രി പാർക്ക് ഏരിയയിൽ പുലർച്ചെ 4:30 അപകടം. സീലംപൂരിൽ നിന്നും ഇരുമ്പ് പാലത്തിലേക്ക് പോവുകയായിരുന്ന കാൻസർ ട്രക്ക് ഫുട്പാത്തിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 5 പേരുടെ മേൽ പാഞ്ഞു കയറുകയായിരുന്നു. അപകടത്തിൽ 3 പേർ മരിക്കുകയും 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. സംഭവശേഷം ഓടി രക്ഷപ്പെട്ട ട്രക്ക് ഡ്രൈവറെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്. ശ്രേഷ്ഠം സമ്പുഷ്ടം. മുകേഷ് രാജിവെക്കണം, വീട്ടിലേക്ക് യുവമോർച്ച, മഹിളാ കോൺഗ്രസ് മാർച്ച്.
പീഡനാരോപണം നേരിടുന്ന മുകേഷ് MLA രാജി ആവശ്യപ്പെട്ട പ്രതിഷേധം. മുകേഷിന്റെ കൊല്ലം പട്ടത്താനത്തെ വീട്ടിലേക്ക് യുവമോർച്ചയുടെ നേതൃത്വത്തിലും മഹിളാ കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ മാർച്ച് നടത്തി. വീടിന് സമീപത്തെ റോഡിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രവർത്തകരെ തടഞ്ഞു. ബാരിക്കേഡ് മറിച്ചിടുവാൻ ശ്രമിച്ചതോടെ ഉന്തും തള്ളുമുണ്ടായി. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് നടൻ ബാബുരാജ് ലൈംഗികമായി പീഡിപ്പിച്ചു. പീഡന പരാതിയുമായി നടി രംഗത്ത്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് നടൻ ബാബുരാജ് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് ജൂനിയർ ആർട്ടിസ്റ്റ്. ആലുവയിലെ വീട്ടിൽ വച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് പരാതി. സംഭവത്തിൽ രഹസ്യമൊഴി നൽകുവാൻ തയ്യാറാണെന്നും 2019 സംഭവം ഉണ്ടായതെന്നും നടി പറഞ്ഞു. അമ്മ സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സിദ്ദിഖിന് പകരം ബാബുരാജിനെ പരിഗണിക്കുന്നതിനിടയിലാണ് പുതിയ ആരോപണം ഉയർന്നിരിക്കുന്നത്. സർക്കാർ വേട്ടക്കാർക്കൊപ്പം ഇരകളെ അപമാനിക്കുന്ന നിലപാട് സാംസ്കാരിക മന്ത്രി രാജിവെക്കണം. പ്രതിപക്ഷ നേതാവ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച് അന്വേഷിക്കാനല്ല സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ഒരു ബന്ധവുമില്ലാത്ത അന്വേഷണമാണ് പ്രഖ്യാപിച്ചത്. റിപ്പോർട്ടിനെക്കുറിച്ച് അന്വേഷിക്കില്ലെന്ന നിലപാടാണ് സർക്കാരിന്. വേട്ടക്കാരെ സംരക്ഷിക്കാനുള്ള നിരന്തര ശ്രമം സർക്കാർ നടത്തുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. കോൺക്ലേവിനായി നവംബർ വരെ കാത്തിരിക്കണോ? മുകേഷ് വിഷയത്തിൽ CPI നിലപാട് ചർച്ച ചെയ്യാതെ പറയാനാവില്ല. ബിനോയ് വിശ്വം. കോൺക്ലേവിനായി നവംബർ മാസം വരെ കാത്തിരിക്കണോ എന്ന് സർക്കാർ ഗൌരവകരമായി ചിന്തിക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സിനിമാ മേഖലയിൽ നിന്നും അത്തരം ചോദ്യങ്ങൾ ഉയരുന്നുണ്ടെന്നും സർക്കാർ അത് ഉൾക്കൊള്ളുമെന്നാണ് പ്രതീക്ഷയെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. കോൺക്ലേവ് എന്ന ആശയം തെറ്റല്ല, പക്ഷേ അതിനായി നവംബർ മാസം വരെ കാത്തിരിക്കേണ്ടതുണ്ടോ എന്ന് സർക്കാർ ഗൌരവമായി ചിന്തിക്കണം. മുകേഷ് വിഷയത്തിൽ CPIയുടെ നിലപാട് ചർച്ച ചെയ്യാതെ പറയാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.